ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ്. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടുവെക്കുക. വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് കുറവാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് കൂട്ടുകാർ വീഡിയോ കാണുന്നുണ്ട്, പക്ഷേ ലൈക്ക് ചെയ്യാൻ മറന്നിട്ടാൽ എന്താണെന്നറിയില്ല. ഇപ്പോൾ ലൈക്ക് കുറവാണ്. അപ്പോൾ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഒന്ന് രണ്ട് നല്ല നാടൻ റെസിപ്പീസൊക്കെ ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് വീഡിയോയിൽ. പിന്നെ ഒരു സന്തോഷ വാർത്ത പറയാനുള്ളത്, നമുക്കിപ്പോൾ 60K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടോ. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് ഇവിടെ വരെ എത്താൻ പറ്റിയത്. അപ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇത്ര എളുപ്പത്തിൽ നമുക്ക് 60K ആവുന്നൊന്നും. ഇപ്പോൾ അടുത്തല്ല നമുക്ക് 50K ആയത്. അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇവിടെ വരെ എത്താൻ പറ്റിയത്. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളെ സപ്പോർട്ട് വേണം കേട്ടോ, പ്രതീക്ഷ മാത്രമല്ല. പിന്നെ അതിൻ്റെ ഇടയിൽ ബാഡ് കമൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് കുഴപ്പമൊന്നുമില്ല, ഞാൻ മൈൻഡ് ആക്കലില്ല കേട്ടോ. പിന്നെ എന്താണെന്നറിയോ, ആദ്യമൊക്കെ ഞാൻ നിങ്ങൾ കമൻറ്റ് ഇട്ട് അപ്പോൾ തന്നെ റിപ്ലൈ തന്നിട്ടില്ലേനോ. ഇപ്പോൾ എനിക്ക് ബാഡ് കമൻറ്റ് കാണുമ്പോൾ എന്തോ പോലെയാണ്. അപ്പോൾ റിപ്ലൈ തരാൻ മടിക്കണമാണ് കേട്ടോ. അങ്ങോട്ട് നോക്കാനേ തോന്നൂല. എന്നാലും ഞാൻ ഡിലീറ്റ് ആക്കലൊന്നുമില്ല, കമൻറ്റ് അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന കൂട്ടുകാർക്ക് അറിയാം എന്നെ പറ്റിയിട്ടും എൻ്റെ കുടുംബത്തിനെ പറ്റിയിട്ടൊക്കെ അറിയാം. പിന്നെ ഇപ്പോൾ ഇങ്ങനെ വീഡിയോ വൈറലായി പോകുമ്പോൾ കുറേ ആൾക്കാർ, പുതിയ ആൾക്കാർ വരുമല്ലോ. അപ്പോൾ ഓർക്കൊന്നും ചിലപ്പോൾ അറിഞ്ഞോളണമെന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാവും അങ്ങനത്തെ കമൻറ്റൊക്കെ ഇടണമെന്ന് വിചാരിക്കുക. അതോ ഇനി എന്നെ തളർത്താൻ വേണ്ടിയിട്ട് ഇടുന്നതാണോ അതും അറിയില്ല കേട്ടോ. ഇന്നലത്തെ വീഡിയോയിൽ പിന്നെ ഒരു കമൻറ്റ് ഉണ്ടായിന് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വാഷിംഗ് മെഷീൻ വാങ്ങിച്ചുകൂടെ എത്താന്ന് ചോദിച്ചിട്ട്, അതിനോടുള്ള സ്നേഹം കൊണ്ട് ചോദിക്കണതാവും. അപ്പോൾ ഞാൻ ഇൻഷാ അല്ലാ വാഷിംഗ് മെഷീൻ വാങ്ങിക്കണം എന്ന് ഞാൻ അങ്ങനെ അതിന് റിപ്ലൈ ആയിട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് റിപ്ലൈ ആയിട്ട് വേറൊരു ആൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടേന്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ പോയി നോക്കിയാൽ കാണാൻ പറ്റും, ഇന്നലത്തെ വീഡിയോയിലുണ്ട്. ഒടുക്കത്തെ ആരോഗ്യമുണ്ട്, അല്ലാതെ കാശില്ലാഞ്ഞിട്ടല്ല. ഞാൻ ആരോടെങ്കിലും കാശ് ചോദിച്ചിട്ടുണ്ടോ? ഞാനിപ്പോൾ എനിക്ക് പറഞ്ഞ പോലെ തന്നെ എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, എനിക്ക് അലക്കാൻ കഴിയും. അപ്പോൾ പിന്നെ ഞാൻ അലക്കണ്. അതൊക്കെ നമ്മളെ ഇഷ്ടമല്ലേ. വാഷിംഗ് മെഷീനൊക്കെ നമുക്ക് എപ്പോഴാണ് വാങ്ങിക്കേണ്ടത് വെച്ചാൽ നമ്മൾ വാങ്ങിക്കും. നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ സാഹചര്യങ്ങളല്ലേ ഉണ്ടാവുക. അപ്പോൾ അതൊന്നും ഇപ്പോൾ എല്ലാവരും ബോധിപ്പിക്കേണ്ട ആവശ്യമോ അങ്ങനെയൊന്നും ഇപ്പോൾ നമുക്കില്ലല്ലോ. അപ്പോൾ അതിലേറെ അത്യാവശ്യമായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമുക്ക് പൈസ കിട്ടുമ്പോൾ തന്നെ നമ്മളെ മുന്നിലുണ്ടാവും. അപ്പോൾ നമ്മൾ അത് ചെയ്യും. അല്ലാതെ പിന്നെ കലിപ്പിച്ച് കൂട്ടി വാഷിംഗ് മെഷീൻ വാങ്ങാതെ നിൽക്കുന്നല്ലോ. വാഷിംഗ് മെഷീൻ വാങ്ങണം എന്ന് എൻ്റെ മനസ്സിലുണ്ട്. എന്തായാലും അത് സാധിക്കും ചെയ്യും. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ ഗൾഫിലേക്ക് ഇപ്പോൾ പോയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയല്ലേ. ഇപ്പോൾ നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്കൊക്കെ അറിയാം. അപ്പോൾ എന്തായാലും വാഷിംഗ് മെഷീനൊക്കെ വാങ്ങിക്കും. അതല്ല, അതിലേറെ ഓരോ കാര്യങ്ങൾ മുന്നിൽ വരുമ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് പൈസ ചിലവാക്കും. അങ്ങനെയൊക്കെ ഉള്ളൂ. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മളെ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കമൻറ്റിൽ എഴുതാം. പക്ഷേ ഇങ്ങനെയൊക്കെ ഓരോന്ന് പറയുമ്പോൾ നമുക്കൊരു വിഷമവും കാര്യമൊക്കെ വരും. പിന്നെ ഒടുക്കത്തെ ആരോഗ്യമാണ്. എന്തൊക്കെ ചെയ്യുന്നുണ്ട്, കാറ്ററിങ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ പഠിക്കാൻ പോകുന്നുണ്ട്. പിന്നെ ഒരു അസുഖമില്ല, ഒരു പ്രത്യേക ജന്മം. എന്തിനാ അങ്ങനെയൊക്കെ പറയണില്ലേ. ഞാൻ നിങ്ങളൊക്കെ പോലുള്ള സാധാരണ ഒരു വീട്ടമ്മയാണ്. ഞാനൊരു വീട്ടമ്മയാണ്, അതേപോലെ നല്ലൊരു വൈഫാണ്, അതേപോലെ തന്നെ നല്ലൊരു മരുമോളാണ്, നല്ലൊരു മകളാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് ഉത്തരവാദിത്വം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം തന്നെയാണ് നമ്മൾ നമുക്ക് വേണ്ടിയിട്ടുള്ള പിന്നെ വരുമാനത്തിന് വേണ്ടി സമയം കണ്ടെത്തുന്നത്. ഞാൻ പുറത്ത് പോയിട്ട് വരുമാനം കണ്ടെത്തിയൊന്നുമല്ല. ഞാൻ എൻ്റെ വീട്ടിലിരുന്നിട്ട് എനിക്ക് ചെയ്യാൻ കഴിയണതൊക്കെ ചെയ്ത് പിന്നെ യൂട്യൂബിൽ വീഡിയോ ഇടുന്നത്, അതേപോലെ തന്നെ കാറ്ററിങ് ചെയ്യുന്നത്, അതൊക്കെ ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് മാത്രമാണ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ മക്കളെ കാര്യവും ഒക്കെ നോക്കി കഴിഞ്ഞതിന് ശേഷം കിട്ടുന്ന സമയത്തിലാണ് ഞാൻ അതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കും വേണമെങ്കിൽ അങ്ങനെ ചെയ്യാമല്ലോ. അങ്ങനെ പ്രാകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര മനസ്സ് തട്ടിട്ടോ ആ ഒരു കമൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഇന്നലത്തെ വീഡിയോയിലുണ്ട്. അതെന്തോ ആവട്ടെ, ഞാനിപ്പോൾ എൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞെന്നുള്ളൂ കേട്ടോ. എന്നാലും എന്നെ മനസ്സിലാക്കുന്ന ഒരുപാട് കൂട്ടുകാർ നമ്മളെ ചാനലിലുണ്ട്. അപ്പോൾ അവർക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ഇടും. അപ്പോൾ ഇഷ്ടമില്ലാത്തവർ കാണണ്ട, ഇഷ്ടമുള്ളവർ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ വർത്താനൊക്കെ പറയുന്നതിൻ്റെ ഇടയിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായി. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടോ. ഓട്ടടയാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത്. നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഞാൻ എന്തെങ്കിലും ഒന്നും പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ മനസ്സിക്ക് വിഷമം കൂടി ആയിക്കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കും. അപ്പോൾ ഇനി നമുക്ക് ചോറിന് കൂട്ടാണ്ടാക്കാം കേട്ടോ. അവിടെ അടുപ്പത്ത് തന്നെ ചോറിന് വെള്ളവും വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് മീൻ കിട്ടിയിരിക്കണത് ഈ ഒരു ബ്രാല് മീനാണ് കേട്ടോ കിട്ടിയിരിക്കണത്. അപ്പോൾ അതൊക്കെ ഞാൻ നന്നാക്കിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഈ ഒരു കത്തി വെച്ചിട്ടാട്ടോ ഇത് കട്ട് ചെയ്യണത്. ഇത് നമുക്ക് ഗ്രോസ് സ്റ്റോറിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിന്. അപ്പോൾ ആ ഒരു കത്തിയാണ് ഇട്ടത്. ഇതുകൊണ്ട് പിന്നെ ബീഫ് വെട്ടാനായാലും ചിക്കൻ വെട്ടാനായാലും മീൻ വെട്ടാനായാലും ഒക്കെ നല്ലതാട്ടോ, നല്ല സുഖമാണ്. എൻ്റെ അടുത്തില്ല നമ്മളെ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന കത്തി കൊണ്ട് ഇതേപോലെ മീനൊക്കെ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മീനൊക്കെ ചെറുതായിട്ടൊന്ന് ഉടഞ്ഞു പോവുകയൊക്കെ ചെയ്യും. ഇതുപോലെ ആകുമ്പോൾ ആ ഒരു പ്രശ്നമൊന്നും വരുന്നില്ല കേട്ടോ. അങ്ങനെ മീനൊക്കെ കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീനിൽ തേക്കാനുള്ള മസാല ഉണ്ടാക്കാം.
അപ്പോൾ ഞാനിത് അവിടെ ഒരു 4-5 ചെറിയ ഉള്ളി തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനിയും അതേപോലെ തന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയിട്ട് മിക്സിൻ്റെ ജാറിൽ ചെറിയ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 2 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂണ് മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അരമുറി നാരങ്ങ നീരും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒഴിച്ച് കൊടുക്കല്ല, നാരങ്ങ നീര് പിഴിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നാരങ്ങ നീരില്ലെങ്കിൽ കുറച്ച് സുർക്ക ചേർത്താലും മതി, അല്ലെങ്കിൽ പുളി ഉണ്ടല്ലോ, കുരുല്ലാത്ത പുളി ഉണ്ടെങ്കിൽ പുളി ചേർത്താലും മതി. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഈ മീൻ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചാണ്ട് കറി വെച്ചാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇത് ഫ്രൈ ചെയ്യാനാണ് ഇപ്പോൾ മക്കൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാനിത് ഫ്രൈ ചെയ്തെടുക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളെ മസാല ഇതാ നമ്മളെ മീനിക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കുറച്ച് അധികം മസാല ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഇങ്ങനെ മസാല ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. എപ്പോഴാണോ മീനൊക്കെ പൊരിച്ചെടുക്കണമെന്ന് വെച്ചാൽ അപ്പോൾ എടുത്തിട്ട് പൊരിച്ചാൽ മതി. പിന്നെ ഞാനങ്ങനെ ആദ്യമൊക്കെ അങ്ങനെ ഉണ്ടാക്കി വെച്ചിന്. ഇപ്പം അങ്ങനെ അധികം ഉണ്ടാക്കി വെക്കലൊന്നുമില്ല. ഇപ്പോൾ പിന്നെ അങ്ങനെ പുറത്തൊന്നും പോകണില്ലല്ലോ. അപ്പോൾ നമ്മളെപ്പോഴും വീട്ടിൽ തന്നെയല്ലേ. പുറത്ത് ജോലിക്കൊക്കെ പോയിന് അന്നൊക്കെ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിന് കേട്ടോ. ഇപ്പോൾ പിന്നെ നമ്മൾ എപ്പോഴാണോ ഉണ്ടാക്കുന്നത് ആ ഒരു സമയത്ത് മസാലയൊക്കെ ഉണ്ടാക്കും. അങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. അങ്ങനെ മീനിൽ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ചോറിന് കറി ഉണ്ടാക്കുന്നത് കറുത്തോണ്ടാണ് കേട്ടോ. ഇന്നലെ നമ്മൾ കറുത്തോണ്ട് ഉപ്പേരി ഉണ്ടാക്കി. അപ്പോൾ ഇന്നലെ ചാടിച്ചതേനി കേട്ടോ. ഇന്നലെ ഞാൻ 1 ചാടിച്ചതാണ്, അപ്പോൾ 2 ചാടിയിട്ടുണ്ടേനി. അപ്പോൾ 1 അവിടെ വെച്ചിട്ടുണ്ടേനി. ഇനിയിപ്പോൾ ഇത് വാടി കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ഇന്ന് കറി ഇതുകൊണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതാ ഞാനിത് മുറിച്ചിട്ട് തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ കുരുവൊക്കെ മാറ്റി ഒക്കെ കഴുകി കട്ട് ചെയ്തൊക്കെ കുക്കർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിക്ക് പിന്നെ ഒന്നും ഇട്ട് കൊടുക്കണില്ല, വെറും പിന്നെ ഉപ്പും വെള്ളവും മാത്രം ഒഴിച്ചിട്ട് അങ്ങനെ വേവിച്ചെടുക്കാണ്ട് ചെയ്യുന്നത്. കുക്കറിലാവുമ്പം 1-2 വിസിലടിച്ചാൽ മതിയല്ലോ, അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും. അപ്പോൾ അതൊക്കെ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ട് കുക്കർ അടച്ചിട്ട് ഞാൻ ഗ്യാസ്മേൽ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ചോറിന് അരിയൊക്കെ ഇതിൻ്റെ ഇടയിൽ കൊണ്ടുപോയി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അങ്ങനെ ചോറ് വെന്തും ചെയ്ത് ചോറ് ഊറ്റി കൊണ്ടുവന്നും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറൊക്കെ വെന്ത് ഊറ്റി വെച്ചപ്പം അടുപ്പിൽ തീയുണ്ട്. അപ്പോൾ ഞാൻ മീൻ അവിടെ പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. മീൻ അകത്ത് പൊരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്മെല്ലേക്കാരം കേട്ടോ നമ്മളെ കിച്ചണിലൊക്കെ. അപ്പോൾ അധികം മീൻ പൊരിച്ചെടുക്കൽ പുറത്തുനിന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾ ചട്ടിയൊക്കെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടേനി. ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ മീനൊക്കെ അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ മീൻ പൊരിക്കണ ചട്ടിൻ്റെ ലിങ്ക് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. ഞാൻ അധിക വീഡിയോസിലും പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കലുണ്ട് ഇതിൻ്റെ ലിങ്ക്. പക്ഷെ അത് കാണാനായിട്ട് എന്താണെന്ന് അറിയില്ല. വീണ്ടും വീണ്ടും അങ്ങനെ കമൻറ്റ് കാണാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരാവില്ല വേറെ വീഡിയോ കാണുന്നത്. അപ്പോൾ എല്ലാവരും കണ്ടോളണം എന്നില്ലല്ലോ. അപ്പോൾ അതോടാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ എന്നും കേൾക്കണവർക്ക് ചിലപ്പോൾ മടുപ്പാവും, എന്നും തന്നെ പറയണമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാനിതാ ഇതിൻ്റെ ലിങ്ക് ഇന്നത്തെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളൊരു വാങ്ങിച്ചോളുണ്ട്. നമ്മളെ റസീന എന്നുള്ള കൂപ്പൺ കോഡ് ഉപയോഗിക്കാൻ മറക്കരുത്. കൂപ്പൺ കോഡ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് 12% ഡിസ്കൗണ്ട് കിട്ടും. അപ്പം അത് മറക്കരുത് കേട്ടോ. അങ്ങനെ ഇതാ അപ്പോൾ മീനൊക്കെ അവിടെ ചട്ടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മൾ പിന്നെ കറുത്തിൻ്റെ കറിയൊക്കെ വെന്തിട്ടുണ്ടായിട്ട് ഞാൻ കുക്കർ തുറന്ന് നോക്കിയപ്പോൾ. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങയൊക്കെ ഇവിടെ അരച്ച് വെച്ചിട്ടുണ്ട്. തേങ്ങയും നല്ല ജീരകവും ചെറിയ ഉള്ളിയും 2 അല്ലി വെളുത്തുള്ളിയും അരച്ച് വെച്ചിട്ടുണ്ടേനി. അപ്പോൾ കറുത്തൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ടേനി. എന്നിട്ട് ആ തേങ്ങൻ്റെ അരപ്പായിക്ക് ഒഴിച്ച് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുത്തു. പിന്നെ ഞാൻ വേറെ പാത്രത്തേക്ക് മാറ്റുകയാണ് കേട്ടോ കുക്കറിൽ നിന്ന്. കുക്കർ കഴുകി വെക്കാമല്ലോ. പിന്നെ അപ്പം തന്നെ കറി ഒന്ന് കടുക് വറുത്തെടുക്കും ചെയ്യുന്നുണ്ട്. പിന്നെ ഈ കറുത്തിൻ്റെ കറിയൊക്കെ പലരും പല രീതിയിലുണ്ടാക്കും. അപ്പോൾ ഞാനും അങ്ങനെ തന്നെ കേട്ടോ. ചിലപ്പോൾ വേറെ രീതിയിലുണ്ടാക്കും, ചിലപ്പോൾ ഈ ഒരു രീതിയിലുണ്ടാക്കും. ഇങ്ങനെ ഉണ്ടാക്കിയാലും കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ്. പിന്നെ ഞാൻ പറയാൻ മറന്നതാട്ടോ, തേങ്ങ അരച്ചപ്പം അതിൻ്റെ കൂട്ടത്തിൽ പച്ചമുളകും നമ്മൾ അരച്ചിട്ടുണ്ടേനി. അപ്പോൾ പച്ചമുളകിൻ്റെ എരിവാണ് കേട്ടോ ഇതിനുണ്ടാവുക. ഞാൻ മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ പോയി കുളിച്ചൊക്കെ വന്ന് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നിതാ ഉപ്പേരിയൊന്നുമില്ല, കറിയും മീൻ വറുത്തതും തന്നെ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. പിന്നെ ഇതാ 4 മണിയൊക്കെ ആയപ്പോൾ കിച്ചണിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും കുട്ടികൾക്ക് ചായക്ക് കടി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കുറച്ച് അരി വെള്ളത്തിലിട്ടിട്ടുണ്ട്, അതിന് 1 കപ്പ്. അപ്പോൾ അത് ഞാനിത് അവിടെ അരച്ചെടുത്തൊരു പാത്രത്തിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 അച്ച് ശർക്കര ഞാൻ ഉരുക്കിയെടുത്തിട്ടുണ്ടേനി. അത് ഇതാ അരച്ചിട്ട് ഇതിലേക്ക് ആ ചൂടോട് കൂടിയിട്ട് തന്നെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കലത്തപ്പൊക്കെ ഉണ്ടാക്കൂലേ, ആ കലത്തപ്പത്തിൻ്റെ മാവാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ ചിലർ അരി അരക്കുമ്പം ആ ഒരു സമയത്ത് കുറച്ച് ചോറും ചേർത്ത് കൊടുക്കും. ഞാൻ ചോറൊന്നും ചേർത്തിട്ടില്ല കേട്ടോ, വെറും അരി മാത്രമേ അരച്ചെടുത്തിട്ടുള്ളൂ. പിന്നെ അതിലേക്ക് ഈ ഒരു ശർക്കര ഉരുക്കിയത് ചൂടോട് കൂടിയിട്ട് അത് ഒഴിച്ചു കൊടുത്തു. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു.
അപ്പോൾ അവിടെ ഇവിടെ ഒന്നും കട്ട കെട്ടാതെ വെക്കാനാണ് കേട്ടോ. ഈ ചൂടോട് കൂടിയിട്ടല്ലേ നമ്മൾ ശർക്കര ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒന്ന് മിക്സാക്കി കൊടുത്തു. പിന്നെ ഈ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറി വന്നിട്ട് പിന്നെ ഇതിലേക്ക് ഒരു നുള്ളു അപ്പസോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഏലക്കായൻ്റെ നല്ല ജീരകത്തിൻ്റെ ഒക്കെ ഫ്ലേവർ ഇഷ്ടമല്ലവർക്ക് അതൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാൻ അപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. പിന്നെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ അവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങാക്കൊത്ത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയും അതേക്ക് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. നെയ്യിൽ തന്നെ വറുത്തെടുക്കണമെന്നൊന്നുമില്ല. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ വറുത്തെടുത്താലും മതി. അല്ലെങ്കിൽ ഓയിൽ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. നമ്മൾ ഉപയോഗിക്കണ എന്താ വെച്ചാൽ അത് യൂസ് ചെയ്തിട്ട് വറുത്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഈ മാവൊക്കെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ പിന്നെ ആ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ ആ ഒരു നെയ്യും ഇതൊക്കെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചെടുക്കല്ലേ. അപ്പോൾ അങ്ങനെ കട്ട കെട്ടും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണില്ല കേട്ടോ. അപ്പോൾ തന്നെ നമ്മളിത് ചുട്ടെടുക്കുകയാണ്. അപ്പോൾ ഞാനിത് ചുട്ടെടുക്കുന്നത് പാലപ്പച്ചട്ടിയിലാണ്. പാലപ്പച്ചട്ടിയിൽ ഇതാ ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ തേങ്ങാക്കൊത്ത് ഇതിലിട്ടല്ല വറുത്തെടുത്തത്. അപ്പോൾ ചട്ടി നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ ഓയിൽ ഒഴിച്ച് കൊടുത്തു. പിന്നെ മാവ് ഒഴിച്ച് കൊടുക്കുമ്പം ഓയിൽ നല്ല ചൂടാവണം കേട്ടോ. ഓയിലും ചട്ടിയൊക്കെ നല്ല ചൂട് വേണം. ആ ചൂടോട് കൂടിയിട്ട് വേണം നമ്മൾ മാവ് ഒഴിച്ച് കൊടുക്കാൻ. അപ്പോൾ ഞാൻ 2 തവി മാവാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തത്. എന്നിട്ട് ഇതാ അടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്ലെയിം കുറച്ച് കൊടുത്തു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ട് അപ്പോൾ മേലെ വശം വെന്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തു. മേലെ വശം വെന്ത് വരാൻ വേണ്ടി നമ്മൾ കാത്തുനിന്ന് കഴിഞ്ഞാൽ അടിഭാഗം കരിയും. അപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് അവിടെ കിടന്നിട്ട് അങ്ങനെ വെന്തോളും. കുറച്ച് സമയം തിരിച്ചിട്ടാൽ മതി കേട്ടോ. ഒരുപാട് നേരമൊന്നും വേണ്ട. പിന്നെ നമുക്കിങ്ങനെ വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ അറിയാമല്ലോ മുകൾ വശം വെന്തിക്കണോ ഇല്ല എന്നൊക്കെ ഉള്ളത്. പെട്ടെന്നാവും കേട്ടോ. നമ്മൾ പിന്നെ കുക്കറിൽ ഒഴിച്ച് കൊടുക്കണ പോലെ അല്ല. കുക്കറിൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ കുറച്ച് നേരം നിൽക്കണമല്ലോ. പിന്നെ അടിഭാഗം കരിഞ്ഞു പോകുമെന്നൊക്കെ ഉള്ള പേടിക്കാരം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് തിരിച്ചിട്ടിട്ടും വേവിച്ചെടുക്കാം. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്നാവും. പിന്നെ മക്കൾ വീട്ടിലുണ്ടാകുമ്പോൾ 4 മണിക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഓല് ചോദിക്കും, ഉമ്മച്ചി ചായക്ക് എന്താ കടി ചോദിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. സംഗതി ഇത് കലത്തപ്പാണ്, പക്ഷേ ഇതിൻ്റെ ഷേപ്പ് വേറെയാണെന്നുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ മക്കളിത് കണ്ടപ്പോൾ ചോദിച്ചു, ഇതെന്താ വെച്ചാൽ വേറെ വെറൈറ്റി സ്നാക്സ് ആണല്ലോ എന്നൊക്കെ പറഞ്ഞു. അത് വെറൈറ്റി ആണെന്ന് പറഞ്ഞവരോട്. പിന്നെ എന്തായാലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ശർക്കരയൊക്കെ ഇട്ട് നല്ല മധുരമൊക്കെ ഉള്ളതല്ലേ, തേങ്ങാക്കൊത്തും ഒക്കെ ഉണ്ട്. നമ്മൾ സാധാ കലത്തപ്പം കഴിക്കണ ആ ഒരു ടേസ്റ്റ് തന്നെയാണ്. എന്താ കണ്ടില്ലേ, നല്ല ആരെടുത്ത കലത്തപ്പം പോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പീസ് കഴിച്ചാൽ തന്നെ മക്കളെ വയറ് ഫില്ലാവും. അപ്പോൾ ഇനി എന്തായാലും മക്കൾക്ക് ചായയൊക്കെ കൊടുക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ഫസ്റ്റിൽ പറഞ്ഞല്ലോ ഇന്നലത്തെ കമൻറ്റിൻ്റെ കാര്യം. അപ്പോൾ ആ ഒരു കാര്യം പറഞ്ഞിട്ട് ആർക്കെങ്കിലും വിഷമ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ തോന്നിക്കണമെങ്കിൽ സോറി, ഞാൻ എൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.